എങ്ങനെയുണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? എങ്ങനെയുണ്ട് എല്ലാവരും അല്ലേ പറയുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? സന്തോഷം തോന്നി. ഞങ്ങൾ കുറേ കാലമായിട്ട് ഒരു കോവിഡ് കുസൃതി എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു പരിപാടി. പിന്നെ എല്ലാവരുടെ വഴിക്കും പോയി. ഞാൻ തെലുങ്ക് പടങ്ങൾ 3 കംപ്ലീറ്റ് ചെയ്തു, 5 തമിഴ് പടം കംപ്ലീറ്റ് ചെയ്തു, അനിക ധനുഷിന് പടത്തിൽ നായിക വരെയായി. ഇദ്ദേഹം മാത്രം ഇതുമായിട്ട് കുറച്ച് കാലമായിട്ടിരിക്കുന്നു. ഇപ്പോഴെങ്കിലും എല്ലാവരും ഇത്രയും കാസ്റ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാവരും അവരവരുടെ സർവൈവലിൻ്റെ ഭാഗമായി ഓടിപ്പോയി. ബട്ട് ഞങ്ങളത് തീർത്തു, അത് പൂർണ്ണമായി കണ്ടു എന്നുള്ള ഒരു സാധനമായിട്ട് കുറേ കാലം ഇടപഴകുമ്പോൾ നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നുമല്ലോ സ്വാഭാവികമായിട്ട്. അതുമായിട്ട് 2-3 years ആയിട്ടുള്ള ഫസ്റ്റ് കോവിഡ് ലോക്ക്ഡൗണിൽ തുടങ്ങി വെച്ച പരിപാടിയാണ്. അന്ന് പിന്നെ ഈ ഷോർട്ട് ഫിലിമുകളും സംഭവങ്ങളൊക്കെ വെബ് സീരീസൊക്കെ കയറി വന്ന സമയത്ത് ഞങ്ങൾ പുതിയൊരു ഫോർമാറ്റ് ട്രൈ ചെയ്താണ് 1.25 മണിക്കൂറുള്ള മ്യൂസിക്കൽ മിനി ഫീച്ചർ. ലേറ്റ് ആയിട്ടാണെങ്കിലും അതിനൊരു പൂർണ്ണത കണ്ടു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. അതെ, ഒരുപാട് സന്തോഷം. ഇവന് ഇവൻ്റെ ദിവസമാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവൻ്റെ ഫസ്റ്റ് വർക്കാണ്, ഇവൻ്റെ ഫസ്റ്റ് പ്രൊഫൈലാണ്. രാഷ് ഒരു മലയാളം ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് ആവട്ടെ, ഞങ്ങളൊക്കെ അതിനൊരു കാരണമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ടൊന്നുമില്ല, അതൊക്കെ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷത്തിൽ. പക്ഷെ അതിൻ്റെ പ്രൊമോ വന്നപ്പോൾ മറ്റേ ചേട്ടനുണ്ടായിരുന്നു, രാജീവേട്ടനുണ്ടാവും. എനിക്കറിയില്ല, ഞാനും പ്രൊമോ കണ്ടപ്പോഴാണ് രാജീവേട്ടൻ പ്രൊമോയിൽ ഷൂട്ട് ചെയ്തത് പക്ഷേ ചേട്ടൻ അപ്പോൾ ഈ പുതിയ ടീമാണോ ഈ പന്ത്രണ്ട് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെതായ വിഷമമുണ്ടോ മനസ്സിൽ? എന്തിനാ വിഷമം? ഇല്ല, അല്ല ഞങ്ങൾക്കത് പെട്ടെന്ന് കേട്ട് ഷോക്കുണ്ട്. ചേട്ടൻ്റെ റൊമാൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ദീപി ചേട്ടൻ പണ്ട് ആൽബങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായി. അത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഇട്ടിട്ട് കളിയാക്കാറുണ്ടായിരുന്നല്ലോ ഗോപിക. പക്ഷെ ഇത് ഈ ഒരു ആക്ടിങ് ഒക്കെ കണ്ടപ്പോൾ അത് കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മളെപ്പോഴും ലൈക്ക് പഴയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെയും കാണുമ്പോൾ ഒരു ചമ്മലുണ്ടായിരുന്നു. അതുകൊണ്ട് അല്ല ചേട്ടനടുത്ത് പറയാറുണ്ടോ ഈ ആക്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഗോപിക? നല്ല മാത്രം പറയാൻ പാടുള്ളൂ. ഒരുപാട് ജനുവിനായി പോയിരുന്നു നിങ്ങളുടെ പ്രണയം അതിൻ്റെ അത് എന്തെങ്കിലും ഞങ്ങളുടെ പ്രണയം. ഞങ്ങൾ അറിയിച്ചമാരെ ചില പ്രണയം അതിൽ ഞങ്ങൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.